ഹായ് നന്ദുസ്വളക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ഫാമിലി എല്ലാരും കൂടി ട്രിപ്പ് പോകട്ടെ. ഒരു 26 പേരുണ്ട്. അപ്പൊ എല്ലാരും കൂടി ട്രിപ്പൊക്കെ പോവാണ്. അപ്പൊ എവിടെ സ്ഥലം പറയുമ്പോഴുണ്ട്. അതായത് ഇപ്പൊ കാരണന്മാരുണ്ട്. അപ്പൊ നമുക്ക് അധികം വലിയ പോകാൻ പറ്റില്ല. അവർക്ക് വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് പോണത്. അക്വേറിയം പിന്നെ നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് അച്ഛൻ പോണതിന് മുന്നേ ഒരു ഇവിടത്ത് പോവാന്നുള്ള രീതിയിൽ പോവാട്ടോ. പോവാം. 8:15 ഇപ്പൊ സമയം. ഞാൻ വീഡിയോസ് കാണാം. ബൈ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് പോകാണ്ട. അപ്പൊ നെയ്ച്ചോറ് ഒക്കെ ഉണ്ടായിക്കൊണ്ട് പോകാൻ ഓരോ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നുണ്ടോ? നെയ്ച്ചോറ് 3 വീട്ടിലും ചിക്കൻ കറി 1 വീട്ടിലും. പ്ലാൻ ചെയ്ത് കാറോടെ കൊണ്ടിടാണ്. കാർക്കാകെ ഇന്നലെ പോയിട്ട് നോക്കി മൂഷിന് ഇതായിട്ടിരിക്കുകയാണ്. അമ്മക്ക് എവിടെ ഇറങ്ങിയ അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പോകാട്ടോ. അപ്പോൾ ആ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോണ്ട് ഒരു 4 വീട്ടിൽ നിന്ന് നെയ്ച്ചോറും 1 വീട്ടിൽ നിന്ന് ചിക്കൻ കറിയൊക്കെ കൂടി എല്ലാവരും കൂടി ഉണ്ടാക്കി കൊണ്ടുപോകട്ടോ. അപ്പോൾ ഞാൻ മുട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ. അല്ല ഒന്നും കഴിക്കാണ്ട് പോകണ്ടെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ പഴമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ കഴിച്ചില്ല. അത് കഴിഞ്ഞ് അമ്മ ഡോറൊക്കെ അടയ്ക്കുന്നു. ഞങ്ങൾ ആദ്യം പുറത്തിറങ്ങുന്നു. എന്താ വെച്ചാൽ വീട്ടിൽ എന്നും ഡോറ് അമ്മയാണ് അടയ്ക്കുക. അത് അമ്മയ്ക്കുള്ള അവകാശമാണ്. നമ്മൾ അടച്ചാലൊന്നും അമ്മയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് അമ്മ അടയ്ക്കുക. അപ്പം അമ്മ പ്രതീക്ഷിച്ചില്ല വീഡിയോ എടുക്കുന്നത്. അതാണ് അമ്മ അങ്ങനെ ചിരിക്കണത്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ എല്ലാവരും കൂടി ബസ്സിലൊക്കെ കയറാൻ നിൽക്കട്ടെ. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തി. வெக்க மட்டும் இருந்தா யாரு தேவையில்ல. അങ്ങനെ ഞങ്ങളവിടെ അക്വേറിയത്തിൻ്റെ അവിടെയൊക്കെ എത്തി. അടിപൊളിയായിരുന്നു അല്ലേ? എന്ത് വലിയ മീനല്ലേ, ഭയങ്കര വലിയ മീനാട്ടാ. എൻ്റെങ്ങാണ്ട് വലുതാ. അതിൻ്റെ ഉള്ളിൽ ഒരാളും ഉണ്ട് കേട്ടാ. പക്ഷെ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചേട്ടാ ഈ കണ്ടതൊക്കെ. ആദ്യം ടിക്കറ്റിന് കുറച്ച് റേറ്റ് കൂടുതൽ തോന്നിയാലും പക്ഷെ അവിടെ കണ്ടപ്പോൾ കുഴപ്പമില്ല. എന്നാലും ടിക്കറ്റിന് റേറ്റ് ഉണ്ട്. ആ പിന്നെ മീന് ഫുഡ് കൊടുക്കട്ടെ. പക്ഷെ ഈ മീൻ ഒരു ദിവസം എത്ര ഫുഡ് തിന്നാണാവോ? കുറേ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കൊടുത്തില്ല കേട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം പുറത്തിറങ്ങി. അച്ഛനമ്മയൊക്കെ പതുക്കെ കണ്ടിട്ടാട്ടോ വന്ന്. ഞങ്ങൾ വേഗം കാല് വെച്ച് നടന്ന് പുറത്തിറങ്ങിട്ടോ. അപ്പോൾ അച്ഛനമ്മയും വന്നു. പിന്നെയും ഇനി ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇറങ്ങാണ്ടിട്ടാ. ഞാൻ ഏട്ടാണ് ഏറ്റവും ആദ്യം ഇറങ്ങിയതിട്ട് പുറത്തേക്ക്. എന്നിട്ട് ഞങ്ങൾ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടൊക്കെ തിന്നിട്ടിരിക്കുന്നു. അത് ഞാൻ അച്ഛനോട് പറയുന്നു മീന് ഫുഡ് കൊടുക്കാൻ പോയിക്കോന്ന്. അച്ഛൻ പോയി, അമ്മയും കൊടുത്തു, അച്ഛനും കൊടുത്തു. പക്ഷെ ഞാൻ മാത്രം കൊടുത്തില്ല കേട്ടോ. എനിക്കെന്തോ പേടിയാ.
അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. എനിക്ക് പേടിയുണ്ട്. അത് കഴിഞ്ഞതാ എനിക്ക് പേടിയാ, ധൈര്യമില്ല. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു കേട്ടാ. ഫുഡ് എല്ലാവരും കൊടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അതൊക്കെ കൂടി കഴിച്ചു അവിടെ തന്നെ ഇരുന്ന്. അത് കഴിഞ്ഞതാ അച്ഛനും അമ്മയും ബൈക്കിൽ പോവാട്ടാ. പക്ഷെ ഞങ്ങൾ പോയില്ല. എന്താ വെച്ചാൽ 200 രൂപയല്ലേ, 200 രൂപയ്ക്ക് ഒരു തുണ്ട് കുറച്ച് വഴിയുള്ളൂ കേട്ടാ. കുറച്ചെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് പോവാ, അപ്പം തന്നെ വരാനുള്ള അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് അതൊരു നഷ്ടമായി തോന്നി. കാരണം ഞാനും ഏട്ടനും കയറിയില്ല, അമ്മ അച്ഛനും കയറിയിട്ടാ. ഞങ്ങൾക്ക് എന്തോ നഷ്ടമായിട്ട് തോന്നി. അറ്റം വരെ പോയിട്ട് തിരിച്ചു വരാനാണ് 200 രൂപ ആകുന്നത്. അത് കുറച്ച് ഓവറാണ്, അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അല്ല ഏട്ടാ, എനിക്ക് പിന്നെ അതിനോട് വലിയ ഇഷ്ടവുമില്ല. അത് കഴിഞ്ഞ് ഞാൻ കാലൊക്കെ വരച്ചിട്ട് വയ്യാണ്ടായിട്ട്, അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക പോവാ. പിന്നെ ഞാൻ അന്ന് ഇട്ട ഡ്രസ്സാണെങ്കിലും എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല, പാവാടയ്ക്ക് ഭയങ്കര വലുതായതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആനക്കോട്ടയിൽ എത്തിയിട്ടാ. ആനക്കോട്ടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ്, എന്നാലും പിന്നെ ഇവരൊക്കെ കൂടെ വന്നതാണ്. കുറേ വട്ടം പോയിട്ടുണ്ട്, എൻ്റെ ഓർമ്മയിൽ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പോലെ ഷൂട്ട് പോയി പിന്നെ എനിക്ക് ആനക്കോട്ട അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലമല്ല, എന്നാലും കുഴപ്പമില്ല. കുറേ നടക്കാനുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് കേട്ടോ. അങ്ങനെ കുറേ എനിക്ക് ഒന്ന് 28 ആനേനെ കണ്ടുപോയി. 28 ആന ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാൻ കുറച്ച് കാണുമ്പോഴേക്ക് ഏട്ടാ അവിടെ ഒരു ആന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ ആനനെ എന്നെ നോക്കിക്കപ്പോൾ ഞാൻ പിടിച്ച് വെച്ചോണ്ട് പോയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ആനനെ കണ്ടപ്പോഴേക്കും മടുത്ത് ഞാൻ ഏട്ടനും കൂടി അവിടെ വന്നിരുന്ന്. എനിക്ക് നടക്കാൻ വയ്യായിരുന്നു, അത്രയും കാലുവേദനയും ഒക്കെ. നമ്മൾ മറയവേലിലും കുറേ നടന്നു, ആനക്കോട്ടയും കുറേ നടന്നു. ബാക്കി എല്ലാവരും ഫുള്ളും കറങ്ങി കണ്ടു. ഞങ്ങൾ കുറച്ച് കണ്ടിട്ട് അവിടെ വന്നിരുന്നു അല്ലേ. പിന്നെ ചിന്തിച്ചു, കാണുന്ന ആനകളെ തന്നെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത്, ആനകൾ തന്നെയല്ലേ. അതുകൊണ്ട് പിന്നെ മടുത്ത് അവിടെ വന്നിരുന്നു. അങ്ങനെ സമയം ഒരു 5 മണിയൊക്കെ ആയിണ്ടാവൂല ഏട്ടാ, 5 മണിയൊക്കെ ആയിണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോണ്ടാണ് ഇത്രയും നേരത്തെ ഇങ്ങനെ ഇവിടെ എത്തിയത്. ഞാൻ പറഞ്ഞോണ്ട് അടയ്ക്കുന്നു. അത് കഴിഞ്ഞ് പോണ വഴിക്ക് ബീച്ചിൽ കയറി. എനിക്ക് തോന്നുന്നത് ഏതായിരുന്നു, സ്നേഹതീരത്തിന്റെ അപ്പുറത്ത് തളിക്കുളം ബീച്ചിലായിരുന്നു കേട്ടാ. അപ്പം അച്ഛനെ കൊണ്ടുപോകാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ വീട്ടിൽ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മ തലേദിവസം തന്നെ നിന്നിരുന്നു അവിടെ. കുറച്ച് ദിവസം ഉണ്ടാവും വീട്ടിൽ. അപ്പം അച്ഛൻ പോവല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഇറങ്ങാണ്. 2 മാസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. അമ്മ ഭയങ്കര ടെൻഷനിലാണ്. അച്ഛനും അമ്മയും 2 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇതുണ്ടാവില്ല ഇപ്പോൾ, ഇത്രയും നാള് കാണാതെ ഇരിക്കണ്ടേ, ഇനി അതിൻ്റെതായ ടെൻഷനുകൾ ഉണ്ടാവും. നമുക്ക് പിന്നെ കറക്റ്റ് അതിൻ്റെ ഇതറിയില്ല, നമ്മളങ്ങനെ അത്രയും വിട്ട് നിൽക്കാത്ത കാരണം പ്രത്യേകിച്ച് ഉണ്ടാവും. പിന്നെ അച്ഛൻ 2 മാസം നിൽക്കാറില്ലാന്ന് തോന്നുന്നു. ഈ വർഷം 2 മാസം നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ ഫ്ലൈറ്റ് ഇതവണ ലാൻഡ് ചെയ്യുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയിട്ടാ. പക്ഷെ രസമുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ലോങ്ങാണ് കാണുന്നത്, എന്നാലും കുഴപ്പമില്ലായിരുന്നു, രസമുണ്ടായിരുന്നു. അമ്മേരെ ആഗ്രഹത്തിന് കയറിയതാട്ടോ, അമ്മയ്ക്കാണ് കാണണം എന്ന് പറഞ്ഞു. വലിയ സംഭവമായിട്ടൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്നുള്ളൊരു മാത്രം. ബേബി എവിടേക്കാ യാത്ര? പർച്ചേസിങ്. ഞാൻ ലിഫ്റ്റിക്കിന്റെ ഷെയ്ഡ് ഇങ്ങനെ കമന്റ് വരുന്നുണ്ടല്ലോ, ഇതേതാ ഷെയ്ഡ്? ഡാസ്ലറ്റ്സിന്റെ 003. അധികം റേറ്റ് ഒന്നുമില്ല, 200 വരച്ച്. അതെനിക്ക് വേറെ ഉള്ളത് മേടിച്ചിട്ടും ഈ ഷെയ്ഡ് ഇഷ്ടം കൊണ്ടാട്ടാ. അല്ലെങ്കിൽ ഞാൻ മേടിച്ചു സ്റ്റുഡിയോ നിന്നാണ് ഇങ്ങനത്തെ തന്നെ മേടിച്ചു. പക്ഷെ അത്ര കാര്യമില്ല, ട്രൈ അത്. പിന്നെ ചോദിക്കാറ് മേക്കപ്പാ? മേക്കപ്പ് വെക്കാണ്ട, എന്റെ മേക്കപ്പ് എന്റെ കൂറ് മേക്കപ്പ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു വീഡിയോ ഇടണോ മേക്കപ്പിന്റെ? സിന്ദൂരിടട്ടെ? സിന്ദൂരിടാൻ എന്നെ പഠിപ്പിച്ചെന്നാളികളിഞ്ഞ്. അതെന്താ കയ്യില്? ഇത് അത് വിട്ടത്, അതിങ്ങനെ അവിടെ കട്ട പിടിച്ചിരിക്കുന്നത് കൈ ഉണ്ടാക്കി കൈ കുറയാൻ പറ്റി. അത് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വലുതാക്കിയിടും. ഇത്ര പോലെ ചില സമയത്ത് ശരിയും, ഇതൊക്കെ ചില സമയത്ത് ശരിയും. എനിക്ക് കുഴപ്പമില്ല, അധികം ഏട്ടന് അധികം ഇഷ്ടമല്ല. പക്ഷെ
അല്ലേ? ആ സാരിക്കൊന്നും വിഷയമല്ല. എന്നാലും എണ്ണ അത്ര ഇഷ്ടല്ല സത്യം പറയാ. സത്യം പറയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയാണെങ്കിൽ അധികം മീഡിയം. എനിക്ക് എന്ത് കുഞ്ഞ് വെയിലാ എന്താ വെയില് എന്നാണ് അങ്ങനെ ഞാൻ ചൂടുന്ന നിൽക്കുന്ന പെട്ടെന്ന് നടക്കൂ വിശക്കണം. പ്രാന്ത് എന്താണേട്ടാ വിശപ്പിന്റെ അസുഖത്തിന് എന്റെ ഭർത്താവിന്റെ വിശപ്പിന്റെ അസുഖം കുറച്ച് കൂടുതലാണ്. എവിടെ ഉണ്ടാട്ടെ എന്താ നമുക്ക് ഇത് കണ്ടില്ലേ ഒരു പല്ല് വെക്കണല്ലേ? യെസ്. ശരി, ബീഫ് മന്തി ഇഷ്ടമായി. ഇഷ്ടമായ ചിക്കൻ ഇഷ്ടമായി. കുറച്ചുകൂടെ എടുത്താലോ? മന്തി എടുക്കട്ടെ? അത്ര ഇഷ്ടമായില്ലേ? ഇഷ്ടമായി പറയണ്ട, ഞാൻ എന്തോ മന്തി അടിച്ചു തരുമോ? അയ്യോ ഏട്ടാ നമ്മളിപ്പോ എവിടെയാ? എവിടെയാ? ലെൻസ് കാർട്ട്. ഗ്ലാസ് മേടിക്കാൻ വന്നാട്ടാ. ഞാൻ കാശ് മേടിക്കാണ്ട് പിന്നെ പറഞ്ഞാണ് ഏട്ടന് ഗിഫ്റ്റ് ആയിട്ട് ഇത് വാങ്ങി തരണത്. എന്റെ ഫേവറേറ്റ് ആണ് സ്പെക്സ്. അതില്ല എന്നെ കാണാൻ എനിക്ക് ഇഷ്ടമല്ല അല്ലേ? അത് വെച്ചിട്ട് എപ്പോഴും വെക്കട്ടാ. അപ്പൊ നോക്കാം, നമുക്ക് നോക്കാം. എറണാകുളത്തേക്ക് വന്നതിന്റെ മെയിൻ കാരണം നോക്കാം. വിശ്വാസമുള്ളൂ. ഡ്രസ്സ് എടുക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ നേരത്തെ ഞങ്ങൾ ഫോൺ വാങ്ങാൻ പോയിട്ടോ. അപ്പം അമ്മേനെ കൊണ്ട് ഫോൺ വാങ്ങാൻ പോയി. അപ്പം എൻ്റെ കുറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഒരു ഫോൺ എടുക്കണമെന്ന്. അത് നമ്മുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് തന്നെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വരുമാനം വന്ന് നമ്മളത് എടുത്തുട്ടാ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫോൺ വരാൻ കുറച്ച് നേരം ലേറ്റ് ആവുമെന്ന് പറഞ്ഞവർ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കിപ്പോൾ ഫോൺ കിട്ടും എന്നുള്ളൊരു ഇതിൽ പറയാം.
ഇതൊന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫോൺ വാങ്ങാൻ പോയിട്ടാ. അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടി, എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ കയ്യിൽ ഫോണ് കിട്ടി.